ഹായ് ഹലോ. ഇന്ന് പറയാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പോളണ്ടിനെ കുറിച്ചാണ്. ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക, എക്സ്പെഷ്യലി 12th റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് അവസാനം വരെ വീഡിയോ കാണുക. ബേസിക്കലി നിങ്ങളൊരു ഏജൻസി സെലക്ട് ചെയ്യുമ്പോൾ, ഇപ്പം ഞങ്ങളെ സെലക്ട് ചെയ്തായാലും വേറൊരു ഏജൻസി സെലക്ട് ചെയ്യുമ്പോഴായാലും നിങ്ങൾ നോക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം അവർ ലാസ്റ്റ് ഇൻടേക്കിൽ, അതായത് അതിന് മുന്നത്തെ അല്ല, ലാസ്റ്റ് ഇൻടേക്കിൽ എത്ര വിസ സക്സസ്ഫുള്ളി ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. സെക്കൻഡ് തിങ്, അത് അവർ അയച്ചു തരുമ്പോൾ വിസ പീരീഡ് ഏത് ടൈമിലാണ് സ്റ്റുഡൻസ് വന്നിട്ടുള്ളത്, ലാസ്റ്റ് ഇൻടേക്ക് മാർച്ചിലാണോ അതിന് മുമ്പത്തെ ആയിരുന്നോ എന്നൊക്കെ നോക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 2 ഇൻടേക്കിന്റെ സക്സസ്ഫുൾ വിസാസ് നോക്കുക. നമ്പർ ഓഫ് വിസാസ് നോക്കിയിട്ട് നിങ്ങൾ ഒരു ഏജൻസി സെലക്ട് ചെയ്യുക. ബിക്കോസ് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ചാൽ, ഞങ്ങൾ വേറൊരു കൺട്രിയും ചെയ്യുന്നില്ല. ഞങ്ങൾ എക്സ്പെർട്ടൈസ് ചെയ്യുന്നത് പോളണ്ടിൽ മാത്രമാണ്. അതിൻ്റെ മെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ വേറെ കൺട്രിയിലെ സ്റ്റുഡൻസിൻ്റെ കുറേ പ്രോസസ്സ് ചെയ്യുന്നു, നിങ്ങളുടെ പ്രോസസ്സ് ചെയ്യുന്നു. ഇറ്റ് ഈസ് നത്തിങ് ലൈക്ക് ദാറ്റ്. നിങ്ങൾ പോളണ്ട് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് വി ആർ ഓൺലി ഡൂയിങ് സ്റ്റുഡൻറ് വിസാസ്. ഇവിടെ ഡിപ്ലോമ കോഴ്സസ് ഇല്ല, ഷോർട്ട് ടൈം കോഴ്സസ് ഇല്ല. ഇവിടെ ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ കാണുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയിലും പോയി അഡ്മിഷൻ ഞങ്ങൾ ചെയ്യത്തുമില്ല. വി ആർ ലൊക്കേറ്റഡ് ഇൻ പോളണ്ട്. അവർ ഓപ്പറേഷണൽ ഓഫീസ് ഈസ് ഓൾസോ ഇൻ പോളണ്ട്. ഞങ്ങളുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ആയാലും ഞങ്ങളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ വീഡിയോസ് ഉള്ളതെല്ലാം വരുന്നത് പോളണ്ടിൽ തന്നെയാണ്. അപ്പം അതിനുള്ള ഞങ്ങളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് തരുമ്പോൾ റീഫണ്ട് തിരിച്ച് കിട്ടാൻ സാധ്യത ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ വിസ കിട്ടാൻ, റീഫണ്ടിനേക്കാളും ഉപരി നിങ്ങൾക്ക് വിസ കിട്ടണമല്ലോ. നിങ്ങളിപ്പം നാട്ടിലിരുന്ന് നോക്കുമ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ChatGPT വഴി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഗൂഗിൾ വഴി നോക്കുമ്പോൾ കാണും. പക്ഷെ അതെല്ലാം ഇവിടെ ഉണ്ടോ, അതൊരു ഷെൽ യൂണിവേഴ്സിറ്റീസ് ആണോ, വേറൊരു പേപ്പർ യൂണിവേഴ്സിറ്റീസ് ആണെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പ്രോസസ്സ് ചെയ്യാം. ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, 12th റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുറേ സ്റ്റുഡൻസ് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്യുക. കാര്യം നിങ്ങളുടെ റിസൾട്ട് വരട്ടെ, അതിന് മുമ്പ് നമുക്ക് ലാസ്റ്റ് ഇയർ 12th കഴിഞ്ഞവരും അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന് വരാൻ പോകുന്നവരും ബാച്ചിലേഴ്സിന് വരാൻ പോകുന്ന സ്റ്റുഡൻസിന് ഒരു ക്യൂ ഉണ്ട്. എഗെയിൻ വൈ വി ആർ സെയിങ് ദിസ്, ഞങ്ങൾ പോളണ്ട് മാത്രം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ പോളണ്ടിന് അപ്രോച്ച് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം 12th റിസൾട്ട് വെയിറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇൻഫർമേഷൻ വേണമെങ്കിൽ ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, സ്ട്രക്ചേഴ്സ്, പേയ്മെൻറ്റ് സ്ട്രക്ചേഴ്സ്. ഞങ്ങളുടെ പേയ്മെൻറ്റ് സ്ട്രക്ചേഴ്സ് പറയുമ്പോൾ ഞങ്ങളുടെ പേയ്മെൻറ്റ് സ്ട്രക്ചേഴ്സ് നിങ്ങൾ വേറൊരു ഏജൻസി എന്തായാലും പോകുമല്ലോ, 1-2 ഏജൻസി നോക്കിയിട്ടായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക. അങ്ങനെ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ പേയ്മെൻറ്റ് സ്ട്രക്ചർ ശ്രദ്ധിച്ച് നോക്കുക. ഞങ്ങൾ തരുന്ന പേയ്മെൻറ്റ് സ്ട്രക്ചേഴ്സ് അതിൽ ഈച്ച് ആൻഡ് എവറിത്തിങ് എന്തിനാണ് കോസ്റ്റ് വാങ്ങുന്നതെന്ന് ഞങ്ങൾ പ്യുവർലി എഴുതിയിട്ടുണ്ട്. ഇതിനാണ് ഇത്രയും കോസ്റ്റ്. ചില കാര്യങ്ങൾ ഓപ്ഷണലാണ്, എല്ലാവർക്കും ഒരേ എമൗണ്ട് അല്ല. സർവീസ് ചാർജ് ഒരേ എമൗണ്ട് ആണ്, പക്ഷെ പ്രോസസ്സിംഗ് കോസ്റ്റ്, ആ കോസ്റ്റ്, ഈ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഏജൻസികളും വാങ്ങും. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ അറ്റസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അറ്റസ്റ്റേഷൻ ചെയ്യേണ്ട, അപ്പോൾ അതിൻ്റെ കോസ്റ്റ് വാങ്ങണ്ടല്ലോ. മിക്ക ഏജൻസികളും ഞങ്ങൾ കണ്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർ ഓഫർ ലെറ്റർ ഒരു 40,000 രൂപ വാങ്ങുക, 50,000 രൂപ വാങ്ങുക. എന്തിനാണെന്നൊരു സ്പ്ലിറ്റ്സ് ഇല്ല, ഒരു ബ്രേക്കപ്പ് ഇല്ല. ഞങ്ങളുടെ സൈഡിൽ അതുണ്ട്. ഇത് സ്റ്റുഡൻസിന് കുറെ കൂടെ കൺവീനിയൻറ്റും ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് തിങ്, നിങ്ങൾ എപ്പോൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം? ആക്ച്വലി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ പ്രോസസ് ആണോ ആക്ച്വലി യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അല്ല, നാവ പ്രോസസ്സാണ്. നാവ പ്രോസസ്സിന് ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഈ ഇൻടേക്ക് തന്നെ വരാൻ പറ്റുമോ. ഈ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ഇൻടേക്കാണ്. വരാൻ പറ്റുമോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആക്ച്വലി നാവയെ ഡിപ്പെൻഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോൾ കണക്ട് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറയും. ബട്ട് മേക്ക് ഷുവർ യു ആർ എ റിയൽ ജെനുവിൻ സ്റ്റുഡൻറ്റ് ഹു വാണ്ട് ടു കം ടു പോളണ്ട്. പിന്നെ കുറേ ആൾക്കാർ പറയും പോളണ്ട് റിജക്ഷനാണ്. എഗെയിൻ ഞങ്ങൾ അവരോട് പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ പ്രൊഫൈലിൽ കയറിയിട്ട് നമ്പർ ഓഫ് വിസാസ് ഒന്ന് കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റിജക്ഷൻസ് ഇല്ലാത്ത ഒരു കൺട്രിയെങ്കിലും എനിക്ക് തോന്നുന്നില്ല, റിജക്ഷനേ ഇല്ലാത്തൊരു കൺട്രി ഉണ്ടോ. അങ്ങനെ ഒരു കൺട്രി ഇല്ല. പോളണ്ട് എല്ലാവരും ചൂസ് ചെയ്യുന്നതിൻ്റെ കാരണം ഇവിടെ ഹ്യൂജ് നമ്പർ ഓഫ് ഫയൽസ് ഉണ്ട്. എന്നാൽ നാട്ടിൽ പോളണ്ട് വൃത്തിക്കും മെനയ്ക്കും ചെയ്യുന്ന ഒരുപാട് ഏജൻസികൾ ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് പോളണ്ട് ചെയ്യേണ്ട, വേറെ കൺട്രി ചൂസ് ചെയ്തത്. പോളണ്ട് ഒട്ടും മോശമല്ല. നിങ്ങൾ ഗൂഗിൾ ചെയ്യും, നിങ്ങൾ കാര്യങ്ങൾ നോക്കൂ, പല ആൾക്കാരോടും ചോദിക്കും. ഇവിടെ കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഞങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫോളോയിങ് ലിസ്റ്റിലോ അല്ലെങ്കിൽ ഫോളോവേഴ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. മേജർലി ഞങ്ങൾ ചെയ്യുന്ന സ്റ്റുഡൻസ് മാത്രമാണ് ചെയ്യുന്നത്. അവരോട് ചോദിക്കുക എങ്ങനെയുണ്ട്, ഇവിടെ വന്നിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇവിടെ വന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ച് ഫീസ് അടയ്ക്കാം എന്നുള്ള മൂഡിൽ ആരും വരണ്ട. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകാൻ പറ്റും. അത്യാവശ്യം ഒന്ന് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഫീസിൻ്റെ ഒരു 80% അടയ്ക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ചൂസ് യുവർ ഏജൻസി വൈസ്ലി. അല്ലാണ്ട് ചുമ്മാ പ്രൊമോഷൻ അതും ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ വന്ന് ലക്ഷങ്ങൾ ഏൺ ചെയ്യാം അങ്ങനെയൊക്കെ പറയുന്ന ഏജൻസി കുറച്ച് ട്രിക്കി ആയിരിക്കില്ലേ. ഞങ്ങൾ ഞങ്ങൾ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യും, ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് വന്ന സ്റ്റുഡൻസിനോട് ചോദിക്കൂ ഹൗ ഈസ് അവർ സർവീസ്, എന്നിട്ട് ഞങ്ങൾ കോൺടാക്ട്